RSSനെ കുറിച്ച് കഴിഞ്ഞ ദിവസം JP നദ്ദ BJP പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് RSSന്റെ സഹായമില്ലാതെ അതിജീവിക്കാൻ കഴിയും വിധം BJP അതിൻ്റെ മെക്കാനിസത്തെ വിപുലപ്പെടുത്തുകയും വലുതാക്കുകയും ചെയ്തു എന്നാണ് JP നദ്ദ പറയുന്നത്. RSS ഒരു പ്രത്യയശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ്. അവർക്ക് അവരുടേതായ പ്രവർത്തന മേഖലയുണ്ട്. BJPക്ക് BJPയുടേതും. ചില RSSന്റെ കേഡർമാരാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കറിയാം. ഇത്തവണ RSS കേഡർമാർ അങ്ങനെ പ്രവർത്തിക്കുന്നില്ലേ എന്ന ക്വസ്റ്റ്യൻ പലയിടത്തും ഉയർന്നു വരുന്നത് കണ്ടു. RSSും BJPയും തമ്മിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സഞ്ചരിക്കുന്നില്ലേ എന്ന ചോദ്യമൊക്കെ കേട്ടതാണ്. അപ്പോഴാണ് അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നത്, RSS ആ നിലയ്ക്കൊരു സാംസ്കാരിക സംഘടന, അവരവരുടെ പണിയെടുക്കുന്നു, ഞങ്ങളുടേതും. ഞങ്ങൾക്കൊരു 10-20 വർഷം മുമ്പൊക്കെ ഒരുപക്ഷെ RSSന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. മോദിയുടെ BJP സ്വന്തം നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ചൊരു കടത്തി പറഞ്ഞാൽ അതിനൊരു നമുക്കറിയാവുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി സ്വഭാവമുണ്ട്. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് RSSന്റെ സഹായം എന്തുമാത്രം വേണോ എന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിശകലനങ്ങൾ, വ്യാഖ്യാനങ്ങൾ ആളുകൾ പറയുന്നു. RSSന്റെ അത്തരം സഹായം ആവശ്യമില്ലാത്ത മോദി അമിത്ഷാ കമ്പനി നയിക്കുന്ന ഒരു സംവിധാനമായിട്ട് തന്നെ മാറ്റിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയാണ് അവർ. അതല്ല, വേറൊരു സാധാരണ നിലയ്ക്ക് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൈൻ. RSS വേറെ, ഞങ്ങൾക്ക് വേറെ, ഞങ്ങളൊരു ഭരണകൂട പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് RSSൻ്റെതായ തീവ്ര ലൈനിലില്ല, പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അജിംസ് എന്താണ് തോന്നുന്നത്? JP നദ്ദ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ ഔട്ട് ഓഫ് ഹൗസിന് മുമ്പ് പലവട്ടം സൂചിപ്പിച്ച കാര്യമുണ്ട്. ഈ RSSൻ്റെ ഒരേ ഒരു പൊളിറ്റിക്കൽ ആം അല്ല BJP എന്നുള്ളത്. RSS തീർച്ചയായിട്ടും സംഘപരിവാറിൻ്റെ ഒരു സംഘടനയാണ് BJP. സംഘപരിവാർ തന്നെ രൂപീകരിച്ചതാണ്. മുമ്പ് ജനസംഘം ഉണ്ടായിരുന്നു പോലെ പിന്നീട് BJP രൂപീകരിച്ചതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അവർ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ രൂപീകരണത്തിലും അതിൻ്റെ ഫോർമേഷനിലും സർക്കാർ രൂപീകരണത്തിലൊക്കെ RSS നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ BJPയെ RSS തള്ളി പറയുമോ? BJP വേണ്ട, BJP നിലനിൽക്കെ മറ്റൊരാൾ കൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ. ഇപ്പോൾ ഇന്ദിരാവധത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത് RSSൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള പിന്തുണയോടുകൂടിയാണ്. അത് RSSകാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല പുസ്തകങ്ങളിൽ അത്തരം വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പോലും ഒരു EK നായനാർ സർക്കാരിനെ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് RSS പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ BJP ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ BJP ഉണ്ടായിരിക്കുക മറ്റൊരു പാർട്ടിക്ക് RSS വോട്ട് ചെയ്യുമോ എന്ന് വെച്ചാൽ അതിൽ അത്ഭുതമൊന്നുമില്ല, അവർ ചെയ്യും. RSSനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അത് ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പല രാഷ്ട്രീയ നിരീക്ഷിച്ച ഒരു കാര്യം, RSSൻ്റെ റെലവൻസ് നഷ്ടപ്പെടുന്നു. RSS സർസംഘചാലകൻ്റെ ഒരു കമാൻഡിങ് പവർ ഇല്ലാതാകുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിൽ ലഭിച്ചിരുന്ന ഒരു വെയിറ്റേജ് മോദി കൊണ്ടുപോകുന്നു എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ RSS ഒരു സംഘടന എന്ന നിലയിൽ 2014 ശേഷം വൻ കുതിച്ചുചാട്ടാണ് നടത്തിയത്. 2017 RSS തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം അവരുടെ ശാഖകളുടെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിലൊക്കെ കൂടിയല്ലോ. കേരളം 2017 കണക്ക് പ്രകാരം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ RSS ശാഖകൾ ഉണ്ടായിട്ടുള്ളത്. 5000 പ്രഭാത ശാഖകൾ ഉണ്ടായെന്നാണ് RSSൻ്റെ തന്നെ കണക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വളർച്ച BJP ഭരണത്തിൽ RSSന് വളർച്ചയുണ്ടാകുന്നു. അപ്പോൾ RSS അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് മോദിയുടെ കഴിവുകൊണ്ടല്ല, അല്ലെങ്കിൽ BJP വന്നതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ക്രമാനുഗതമായിട്ട് തന്നെ RSS രൂപീകരിച്ച പോലെ ഞങ്ങൾ ആൾ വളരുന്നുണ്ട്, ശാഖ കൂടുന്നുണ്ട്. പക്ഷേ ഇത് BJP അധികാരത്തിൽ വന്നുകൊണ്ട് നമ്മൾ കയറിയതല്ല എന്നാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകും ഇങ്ങനൊരു അസാധാരണമായ വളർച്ച ഉണ്ടാകുന്നത് ഭരണത്തിൻ്റെ തണലിലാണ്. ഒരു ഹിന്ദുത്വ ഐഡിയോളജിക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രാജ്യത്തുണ്ടാകുന്നതുകൊണ്ടാണ് അത് വളർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ വിവിധ മാധ്യമ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഹിന്ദി ഹേർട്ട്ലാൻഡിൽ BJPയുടെ സീറ്റ് വിതരണം RSSനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ കാരണം, ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൽ പോലും RSS പ്രവർത്തകർ വീടാന്തരം കയറി അക്ഷതം വിതരണം ചെയ്യുകയായിരുന്നു. കാരണം രാമക്ഷേത്രത്തിൻ്റെ ആ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ഒരു എന്തൂസിയാസം അവർക്കുണ്ടായിരുന്നു. അവരെല്ലാ വീട്ടിലും കയറി അത് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ BJPയുടെ തന്നെ ഒരു ഗൃഹസന്ദർശനം, വോട്ട് ചോദിച്ചു വരുന്ന രീതിയിലുള്ളൊരു ഗൃഹസന്ദർശനം തന്നെ കുറവാണ്. ഈ UPയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമെല്ലാം RSS പ്രവർത്തകർ സൈലൻ്റാണ് എന്നാണ് അവിടെ നിന്ന് ലഭ്യം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സീറ്റ് വിതരണമാണ്. സീറ്റ് വിതരണത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്? പുറത്തുനിന്ന് ഡിഫക്റ്റേഴ്സാണ് കൂടുതലും വരുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഹിമാചൽ പ്രദേശിൽ ഈ മണ്ഡിയിൽ
ഈ പറയുന്ന കങ്കണ റണാവത്തിനെതിരെ VHPയുടെ നേതാവാണ് മത്സരിക്കുന്നത് വിമതനായിട്ട്. അങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ നിരവധി UP-യിൽ തന്നെയുണ്ട്. ഇന്നൊരാളെ പുറത്താക്കിയിട്ടുണ്ട്, ഒരു വിമത സ്ഥാനാർത്ഥിയെ BJP പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഒരു വശത്ത്. മറുവശത്ത് ഈ മോദി ഇനി മൂന്നാമതും വരിക എന്ന് പറഞ്ഞാൽ UP-യിൽ യോഗിയുടെ അനുയായികൾ, നമ്മൾ പറഞ്ഞല്ലോ, യോഗിയുടെ അനുയായികൾക്ക് മോദി മൂന്നാമതും വരുന്ന അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് UP-യിൽ നിന്ന് BJPക്ക് അധിക സീറ്റ് ലഭിക്കേണ്ടതില്ല എന്നൊരു ഫീല് യോഗിയുടെ അനുയായികളായിട്ടുള്ള BJP പ്രവർത്തകർക്കുണ്ട്, RSSകാർക്ക് തന്നെ ഉണ്ട്. ഇനി മൂന്നാമതും BJP വരേണ്ടതുണ്ടോ എന്നൊരു ചിന്ത അവർക്കുണ്ട്. അവർ ഇറങ്ങുന്നില്ല, RSS ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനർത്ഥം RSS നാളെ BJP തള്ളി പറഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കുമെന്നോ അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നൊരിക്കൽ. ഈ വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാജ്പേയിക്കെതിരെ RSS സമരം ചെയ്തിട്ടുണ്ട്. ചില അവരുടെ പോളിസി, NDA സർക്കാരാണ്, ഒരു കൂട്ടുകക്ഷി സർക്കാരാണ്, സഖ്യ സർക്കാരാണ്. അപ്പോൾ അവരുടെ ചില പോളിസികൾക്കെതിരെ RSS സമരം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ RSS സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും RSS ചിലപ്പോൾ BJPക്കെതിരെ ഒരു പുതിയ പാർട്ടി ഉണ്ടായേക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് വാജ്പേയിയോട്, അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, RSS വേറെ പാർട്ടി ഉണ്ടാക്കാം. വാജ്പേയി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ പാർട്ടിയിൽ പോയി ചേരും. കാരണം അവർ സ്വയം സേവകരാണ്, മോദി ഉൾപ്പെടെ സ്വയം സേവകരാണ്, വാജ്പേയി സ്വയം സേവകരാണ്. പക്ഷേ മോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സ്വയം സേവകർ എന്ന പദവിയിൽ നിന്ന്, അതായത് RSSന്റെ താങ്ങിലൂടെ കയറി വന്ന ഒരാൾ എന്ന നിലയിൽ നിന്ന് അവർ സ്വയം പര്യാപ്തരായി, അവർ ആത്മനിർഭർ ആയി കഴിഞ്ഞിരിക്കുന്നു. അവർ അവരുടെ പാർട്ടിയെ, BJP എന്ന പാർട്ടിയെ തന്നെ എക്യുപ്ഡ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ കോർപ്പറേറ്റ് ഓഫീസുകൾ പോലുള്ള ഓഫീസുകളും അതുപോലെ പന്നാപ്രമുഖന്മാർ എന്ന നിലയിൽ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകരും അങ്ങനെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും RSSന് അടുത്തറിയാവുന്നവർ പറയുന്നത്, RSSനെയും BJP അടുത്തറിയാവുന്നവർ പറയുന്നത്, മോദിക്ക് ശേഷം BJPക്ക് ഇന്ന് കാണുന്ന പ്രഭാവത്തോടെ നിൽക്കാൻ കഴിയില്ല RSSന്റെ പിൻബലമില്ലാതെ. അതിൻ്റെ കാരണം RSS ആണ് അതിൻ്റെ ഒരു കേഡർ, മറ്റൊരു മാസാണ്. BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നൊരു മാസമാണ്, ആൾക്കൂട്ടാണ്. അവർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. പക്ഷേ രാജ്യം മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും സ്വയം പ്രചോദിതരായി ഒരു തരത്തിലുള്ള പ്രതിഫലേച്ഛയുമില്ലാതെ ഹിന്ദുത്വ എന്ന ഐഡിയോളജിക്ക് വേണ്ടിയും മറ്റും പ്രവർത്തിക്കുന്നത് RSS പ്രവർത്തകരാണ്. അവരുടെ പിന്തുണയില്ലാതെ BJPക്ക് നിലനിൽക്കാൻ കഴിയില്ല. പക്ഷേ നഡ്ഡ ഇത് പറയുന്നത് വെറുതെ അല്ല, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം. നഡ്ഡ പറയുന്നത് എന്താണ്? ഞങ്ങളിപ്പോൾ സ്വയം പര്യാപ്തരായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് RSSനെ ഡിമീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. അതിനർത്ഥം അവിടെ ഒരു റിഫ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ്. ആ സന്ദേശം RSSന് കൊടുക്കുകയാണ്, വോട്ട് ബാങ്കിനും കൊടുക്കുകയാണ്. RSSകാർ വന്നു പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. RSSകാർ വീട് കയറി വോട്ട് തേടുന്നില്ല എന്നാണ് പറയുന്നത്. അതെങ്കിലും ഞങ്ങൾക്ക് വോട്ട് തരണം, അല്ലെങ്കിൽ വോട്ട് കിട്ടും എന്നുള്ളൊരു സന്ദേശമാണ് അത് കൊടുക്കുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണ്? ഈ പറയുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിലാണ്. അവിടെ RSSകാർ ഇറങ്ങാതെ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. RSSകാർ വന്ന് വോട്ട് ചോദിക്കാത്തതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യാത്ത ആളുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ പോൾ പെർസെൻറ്റേജിൽ കാണുന്നത്. BJPയുടെ കോർ വോട്ടേഴ്സ് വീടിന് പുറത്തിറങ്ങി വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് BJP നേരിടുന്ന ഒരു ചലഞ്ച്. ദൗസർ അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് മോദി CEO ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയായിട്ട് BJP മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ RSSന്റെ അത്തരം സഹായങ്ങൾ വേണ്ട എന്ന തോന്നലിനാണോ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ വരുന്നത്, അതോ വേറെ ഉദ്ദേശമാണോ അതിനുള്ളത്? അത് ഇപ്പോൾ BJP എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അംഗങ്ങളുടെ എണ്ണം ആണെങ്കിലും അത് സ്വാധീനം എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള രാജ്യത്ത് ഏറ്റവും വലിയ പാർട്ടിയാണത്. അപ്പോൾ അത് സ്വയം പര്യാപ്തമായൊരു പാർട്ടിയാണെന്ന് ചോദിച്ചാൽ സ്വയം പര്യാപ്തമായൊരു പാർട്ടി തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ കാണുന്ന RSS എന്ന് പറയുന്നത് RSS BJPയേക്കാളും സ്വയം പര്യാപ്തതയുള്ള, അല്ലെങ്കിൽ BJPയേക്കാൾ ശക്തിയുള്ള ഒരു പാർട്ടി, ലോകത്തെ ഏറ്റവും വലിയൊരു പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയാവുന്ന സംഘമാണ് RSS. ഇപ്പോൾ RSSനെ കുറിച്ച് ഏതാണ്ട് 100-നടുത്ത് ഫീഡർ ഓർഗനൈസേഷൻസ് അവർക്കുണ്ട്. എന്നാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള സവിശേഷമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള, ആ നിലക്ക് ഒരു ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉദാഹരണമാണ് RSS എന്ന് പറയുന്നത്. ശരിക്കും പഠിക്കേണ്ടുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. മാനേജ്മെൻറ്റ് വിദഗ്ധർക്ക് വരെ അതിനകത്തുനിന്ന് പഠിക്കാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു സൂക്ഷ്മമായിട്ട് പറയാം. ഇപ്പോൾ ദൃഷ്ടിഹീൻ കല്യാൺ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. എന്താ സംഭവം അറിയാം? ഇപ്പോൾ ദൃഷ്ടിഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ച ഇല്ലാത്തവർ, ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായി RSSനൊരു സംഘടനയുണ്ട്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ദൃഷ്ടിഹീൻ എന്ന് പറയുന്നത്, ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പ്, ഞാൻ
വേറെ ബിലിറ്റിൽ ചെയ്യല്ല, ചെറിയൊരു പോപ്പുലേഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സവിശേഷമായി ഒരു സംഘടന ഉണ്ടാക്കുവാൻ, അതിനൊരു സ്ട്രക്ചറും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ RSS ശ്രദ്ധിച്ചിട്ടുണ്ട്. സീമാ ജാഗരൺ മഞ്ച്. സീമാ ജാഗരൺ എന്ന് പറഞ്ഞാൽ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ സംവിധാനം. സീമാ ജാഗരൺ മാത്രമല്ല, ഈ എന്താണ് സീമാ ജൻ യോജന എന്നോ എന്തോ പറഞ്ഞിട്ട്, യോജന പരിഷത്ത് എന്നോ എന്തോ പറഞ്ഞിട്ട് അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ സവിശേഷമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനയുണ്ട്. അതിർത്തി സംരക്ഷിക്കാനൊന്നുണ്ട്, അതിർത്തി പ്രദേശത്തെ ജനങ്ങളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വേറെ സംഘടന. ഇങ്ങനെ നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അടരുകളെയും സ്പർശിക്കുന്ന, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, വേറെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സമൂഹഗാത്രത്തിൽ ആഴ്ന്നിറങ്ങിയ വേരുകളുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് RSS. അപ്പം അതിൻ്റെ ഒരു പലവിധ ആമുകളിൽ ഒരു ആണെന്ത് BJP. ആ ആമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിന്ന് ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും ജനങ്ങളുടെ രാജ്യം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷനും ഞങ്ങൾ കൊള്ളാം എന്ന് തോന്നിയാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ആ നിലക്കുള്ള സംവിധാനങ്ങളും സെറ്റപ്പുകളും അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷുറൂമേ ഹം അക്ഷം ഹോഗേ അബ് ഹം ബഡ് ഗേ സക്ഷം ഹേ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ അക്ഷം ആയിരുന്നു. അക്ഷം എന്ന് പറഞ്ഞാൽ ഇൻകേപ്പബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അങ്ങനെയല്ല, ഹം ബഡ് ഗേ. മുമ്പ് കോടിയേരി മറ്റേ പറഞ്ഞിട്ടുണ്ട് CPM കുറിച്ച്, പഴയ CPM അല്ല, ഈ പാർട്ടി അങ്ങ് വലുതായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരിയുള്ള പ്രസ്ഥാനമാണ് ഹം ബഡ് ഗേ. അപ്പോൾ ഇന്ന് നമ്മൾ വലിയ പാർട്ടിയായി മാറിയിട്ടുണ്ട്. ഇതെന്തിനാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അജിംസ് അത് വിശദീകരിച്ചു. അങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതോടൊപ്പം ഉള്ള ആക്ച്വലി RSSൻ്റെ PM ചോയ്സ് ആരാണ്? നരേന്ദ്രമോദി എന്നുള്ളത് RSSൻ്റെ പ്രധാനമന്ത്രി ചോയ്സ് അല്ല. RSSൻ്റെ പ്രധാനമന്ത്രി ചോയ്സ് നിതിൻ ഗഡ്കരിയാണ്. നാഗ്പൂരിൽ നിന്നുള്ള ചിത് പവൻ ബ്രാഹ്മിനായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് RSSൻ്റെ പ്രധാനമന്ത്രി. പക്ഷേ അങ്ങനെ എളുപ്പം ഇന്നിപ്പം ഭാഗവത് തീരുമാനിച്ചു നാളെ നിതിൻ ഗഡ്കരി ആയേക്കാം, അങ്ങനെയൊന്നും മാറ്റാൻ പറ്റുന്ന ആ നിലക്കുമല്ല. അതും നമ്മൾ ശ്രദ്ധിക്കണം. RSS അങ്ങനെ എല്ലാ ദൈനംദിന കാര്യങ്ങളിലും BJP ഇടപെട്ടുകൊണ്ടിരിക്കുന്നില്ല. അവരുടെ സംഘടനാ സെക്രട്ടറി RSS അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അദ്ദേഹമാണ് RSSൻ്റെ കാര്യങ്ങൾ BJPക്കകത്ത് നടപ്പിലാക്കുന്നത്. ആ നിലക്കാണ് അതും ഒരു ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റിൽ പഠിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ പോകുന്ന ഒരു ഇതാണ്. പക്ഷേ അധികാരം എന്ന് പറയുന്നത് എല്ലാവരിലും പലതരം മാറ്റങ്ങളുണ്ടാക്കും. ഈ പറഞ്ഞ മാതിരി ഇതൊരു ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ മഹാധികാരമാണല്ലോ. പല നിലക്കുള്ള ഫ്രിക്ഷൻസ് രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ UP എന്നുള്ള ഫ്രിക്ഷൻസ് ഒരു ഭാഗത്തുണ്ട്. ഇപ്പോൾ അജിംസ് പറഞ്ഞ മാതിരി RSSകാർ വേണ്ടത്ര ഇറങ്ങുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന ഗോഡി മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് പോകാൻ വഴിയുണ്ട്, സ്വന്തമായ വഴിയുണ്ട് എന്ന ഒരു സന്ദേശം RSS നേതൃത്വത്തിന് കൊടുക്കാനുള്ളതാകാം. ഇനി ഈ പറയുന്ന മാതിരി നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ഇത് പറഞ്ഞല്ലോ, യോഗേന്ദ്ര യാദവ് പറയുന്നത് എന്താണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ 50 സീറ്റ് കുറവായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്. 50 സീറ്റ് കുറവായിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 303 50 കുറച്ചാൽ 253, എന്നാൽ 272 അടുത്താണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ NDAയുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്. NDAയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വാജ്പേയിയുടെ കാലത്ത് NDA വളരെ വിശാലമായിട്ടുള്ള ഒരു മുന്നണിയായിരുന്നു. ഇപ്പോൾ NDAയിലെ ഘടകകക്ഷികൾ ആരാന്ന് ചോദിച്ചാൽ ആർക്കറിയാം? കുറേ കുഞ്ഞു പാർട്ടികളാണ്. പേരറിയാവുന്ന പാർട്ടികളെന്ന് പറയുന്നത് JDU ഉണ്ട്, ബീഹാറിൽ JDU ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ NDAയിലില്ല. TDP ഉണ്ട്. TDP ആണ്. TDPയും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിലൊരു അധികാരത്തില്ലാതാണ്. AIDMK പോയി. നമുക്ക് നേരത്തെ DMK ഉണ്ടായിരുന്നു, TMC ഉണ്ടായിരുന്നു, കശ്മീരിൽ അകാലിദൾ ഉണ്ടായിരുന്നു, കശ്മീരിലെ PDP ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ കുഞ്ഞു പാർട്ടികളുണ്ട്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, NDAയുടെ അലൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ അലൈ ആയിട്ടുള്ള പാർട്ടിയില്ല. ഈ പറയുന്ന പാർട്ടികൾ കോണ്ടക്സ്റ്റൽ അലൈ എന്ന് പറയാവുന്ന പാർട്ടികളാണ്. ഒരു സാഹചര്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്ന
അപ്പോൾ ഐഡിയോളജിക്കൽ അലയായിട്ടുണ്ടായിരുന്ന ശിവസേനയാണ്, അവർ മാറിപ്പോയി. അതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് ഒരു NDAയുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു 250 ഒക്കെ പരിസരത്ത് വരുമ്പോൾ ഈ കോണ്ടക്സ്റ്റൽ അലൈ എന്തെടുക്കും, കൂടെയുള്ള കോണ്ടക്സ്റ്റൽ അലൈ എന്ത് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ പുറത്തുള്ള കോണ്ടക്സ്റ്റൽ അലയാകാൻ സാധ്യതയുള്ള ആളുകൾ എന്ത് തീരുമാനം എടുക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഞങ്ങൾ RSS അതല്ല, ഞങ്ങൾ വേറെ ടീമാണ്. ആ ഒരു ഇതിന് ഇതും കൂടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു BJP 272-ൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നൊരു സാഹചര്യം വന്നാൽ മോഡിയെ പൊക്കിയെടുക്കാൻ നാഗ്പൂരിൽ നിന്നുള്ള ആലോചനകളുണ്ടാവും. അപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുന്ന മോഡിയെ പൂക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദുർബലമായി നിൽക്കുന്ന സമയത്ത് മോഡിയെ മാറ്റാൻ നാഗ്പൂരിൽ നിന്നുള്ള ആലോചനകളുണ്ടാവും എന്ന ഒരു സംസാരമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും RSSനും നൽകാനുള്ളൊരു സന്ദേശം, ആ നിലക്കാണ് നഡ്ഡ ഇത് നടത്തിയതെന്ന് വിശകലനം ചെയ്യുന്നതായിരിക്കും ശരിയെന്ന് ഞാൻ വിചാരിക്കും. എന്തായാലും RSSനും BJP മെക്കാനിസത്തിനും ഇടയിലുള്ള ചില രാസമാറ്റങ്ങളുടെ സൂചനയാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്.